എല്ലാ സുഹൃത്തുക്കൾക്കും വാസ്തു വീടിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മണലൂരിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ പണിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ വണ്ടി തിരിച്ച് അവിടെ ഒന്ന് നോക്കി. അപ്പോഴവിടെ കണ്ടത് വളയംകെട്ട് പൊട്ടിക്കുകയാണ്. വളയംകെട്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലത്തല്ല, വേനൽക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ ഈ കടലിലെ ഉപ്പുവെള്ളം കൃഷിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന കെട്ടാണ് വളയംകെട്ട്. അത് തെങ്ങിൻ്റെ തടി പീസാക്കി കൊണ്ടുവന്ന് വരിവരിയായി കുഴിച്ചിട്ട് അതിൽ കവുങ്ങും മുളകളെല്ലാം കെട്ടി ഓലയെല്ലാം വെച്ച് കെട്ടുന്നതാണ് ഈ വളയംകെട്ട്. അത് ലോറിയിൽ ചുവന്ന മണ്ണ് ടിപ്പറിലടിച്ച് നിറച്ച് ഫില്ല് ചെയ്തിട്ടാണ് അത് കെട്ടുക. ഇപ്പോൾ മഴവെള്ളം കൂടിയപ്പോൾ ഈ എനാമാവ് കെട്ടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളം നമുക്ക് തുറന്നു വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ എല്ലായിടത്തും വെള്ളപ്പൊക്കം രൂക്ഷമാവും. അതിശക്തമായ മഴ കാരണം കുറച്ച് ദിവസത്തെ ഈ ശക്തമായ മഴയിൽ തന്നെ നല്ലൊരു വെള്ളം കണ്ടില്ല, അത് പൊട്ടിച്ചപ്പോൾ വെള്ളം വന്ന് അലയ്ക്കുന്നത് കണ്ടില്ലേ. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാവും, അത്രയും ശക്തിയിലാണ് അവിടെ വെള്ളത്തിൻ്റെ വരവ്. ആ വെള്ളം തുറന്നു വിടുകയാണ് അവിടെ വെള്ളപ്പൊക്കം ഇല്ലാതിരിക്കാൻ എനാമാവ് കെട്ടിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു JCB വന്ന് അതിൻ്റെ ഓരോ കാലുകളെല്ലാം വള്ളിയിൽ നീക്കി അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ കെട്ടിൻ്റെ മുകളിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. ഇനി JCB കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മണ്ണിനെ വെള്ളത്തിലേക്ക് അലിയിച്ച് കളയുകയാണ്. ചുവന്ന മണ്ണിനെ വെള്ളത്തിലേക്ക്. അത് അധികം സ്പീഡിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ JCBയും ആൾക്കാരും എല്ലാവരും കൂടി കുത്തിയൊലിച്ച് പോകും. അത് കാരണം കുറേശ്ശെ ആയിട്ടാണ് പൊളിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത്. അവരവിടെ ഓരോ അലകുകൾ നിർത്തി അതിൻ്റെ ഉള്ളിലെ മണ്ണ് മാറ്റി ഇനി JCB കുറച്ച് പുറകിലോട്ട് നീക്കി പിന്നെ ഓരോ കഴുകുകളും തെങ്ങുകളെല്ലാം പറിച്ച് മാറ്റി അതിന് ശേഷമാണ് അതിനിടയിൽ മണ്ണ് കുത്തിക്കളയുന്നത്. അല്ലെങ്കിൽ ഒറ്റ ഒഴുക്കിന് എല്ലാ മണ്ണും കൂടി പോയാൽ വണ്ടി അടക്കം പോകും. അത് കാരണം വളരെ ശ്രദ്ധിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇങ്ങനെയൊരു രംഗമാണ് ഇന്ന് എനാമാവ് കെട്ടിൽ നിന്നും ഞാൻ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണിത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.